യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹോദരങ്ങൾ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കെട്ടി വലിച്ച് കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആലിക്കൻ ആൻ മക്ബറയുടെ അടുക്കലേക്ക് എത്തിയപ്പോൾ ഉമ്മാന്റെ കബർ കാണുകയാണ്. ആ ഉമ്മാന്റെ കബർ കണ്ടപ്പോ പെടക്കുന്ന ഹൃദയത്തോടുകൂടെ ഉമ്മാന്റെ കബർ കെട്ടിപ്പിടിച്ച് വയപ്പോലോ അവിടുന്ന് പറഞ്ഞു, യാ ഉമ്മാ റൈസക്കി, ഉമ്മ ഒന്ന് തല ഉയർത്തു. കബർ കിടക്കുന്ന ഉമ്മാന സയ്യിദുനാ യൂസുഫ് അലൈഹി സ്വലാം വിളിക്കുക, യാ ഉമ്മാ ഉമ്മാ റൈസക്കി, തല ഒന്ന് ഉയർത്ത്. എന്നിട്ടോ തെരീ വലതക്കി, നിങ്ങളുടെ മകനെ ഒന്ന് നോക്ക്, കാണാം നിങ്ങൾക്ക് മുഖബ്ബലം മുഖയ്യദം മുസൽസലം മഗ്ലൂല. കണ്ടില്ലേ, ബഹുമാനപ്പെട്ടവർ പറയാ, ഉമ്മ മകൻ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, ചങ്ങലക്കെടപ്പെട്ടിരിക്കുന്നു, കെട്ടിയിടപ്പെട്ടിരിക്കുന്നു. ഈ നിലയിൽ ഉമ്മ നിങ്ങളുടെ മകന്റെ ഒരു അവസ്ഥ കണ്ടില്ലേ? എന്നിട്ട് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം പറയാ, ഫറഖു ബൈനി വബൈന വാലിദി, എന്റെയും ബാപ്പാന്റെയും ഇടയിൽ അവർ ഭിന്നിപ്പുണ്ടാക്കിയിരിക്കുന്നു. ഫസ്അലില്ലാ, മരണപ്പെട്ട ഉമ്മാനോട് പറയാ, ഫസ്അലില്ലാ, ഒന്ന് അള്ളാഹുവോട് ദുആ ഉമ്മ. എന്തിനാ ദുആ ചെയ്യേണ്ടത്? അൻ യജ്മഅ ബൈനനാ ഫീ മുസ്തഖരി റഹ്മതിഹി, സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടാൻ ദുആ ഉമ്മ. മരണപ്പെട്ട ഉമ്മാനോട് ദുആ ആവശ്യപ്പെടുകയാണ്. വലിയ ഇസ്തിഗാസയാണ് ചെയ്യുന്നത്, വലിയ ശുപാർശയാണ് ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? മരണപ്പെട്ട ഉമ്മാനോട് ചോദിക്കുക, ഉമ്മ ഫസ്അലില്ലാ അൻ യജ്മഅ ബൈനനാ ഫീ മുസ്തഖരി റഹ്മതിഹി, സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ദുആ ഉമ്മ. ഇതാരാ പറഞ്ഞത്? ഇമാം ഖുർത്തുബി. എന്റെ ചോദ്യം ഇതാണ്, ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിനെ കുറിച്ച് ഇബ്നു തൈമിയ്യ പോലും അദ്ദേഹത്തിന്റെ മജ്മുഉൽ ഫതാവയിൽ പറഞ്ഞത് ആധികാരിക ഗ്രന്ഥം എന്നാണ്. ഉദ്ധരണി ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇമാം ഖുർത്തുബി ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മേലിൽ ശിർക്ക് ആരോപിച്ചതാണോ? അദ്ദേഹം ഇസ്തിഗാസ ചെയ്തു എന്ന് പറഞ്ഞതിലൂടെ ശിർക്ക് ആരോപിച്ചതാണോ? അതോ ഇമാം ഖുർത്തുബിയുടെ അടുക്കലും മരണപ്പെട്ടു പോയ ആളുകളോട് സഹായം തേടൽ ശിർക്കല്ല എന്ന സമസ്തക്കാരുടെ വാദത്തിലാണോ ഇമാം ഖുർത്തുബി ഉള്ളത്? നിങ്ങൾ വിശദീകരിക്കണം. അസ്സലാമു അലൈക്കും.